മമ്മൂട്ടി എന്ന നടന്റെ കഥാപാത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ജനപ്രീതി കിട്ടിയ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ അച്ചായൻ വേഷങ്ങൾ. ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ വന്ന തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും അച്ചായൻ വേഷത്തിൽ മമ്മൂട്ടി നായകനായി വരുന്ന ചിത്രമാണ് ടർബോ. മെയ് 23-നാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ വരുന്ന ചിത്രം ഏറെ പ്രതീക്ഷകൾ ഇതിനോടകം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തിന് ടർബോ കാണണം എന്നതിനുള്ള 5 കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മമ്മൂട്ടി അച്ചായൻ വേഷത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് ആദ്യ കാരണം. മലയാളികൾ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രങ്ങളാണ് കോട്ടയം കുഞ്ഞച്ചനും നസ്രാണിയിലെ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ എന്ന കഥാപാത്രവുമൊക്കെ. ആ ലിസ്റ്റിലേക്കുള്ള മമ്മൂട്ടിയുടെ അടുത്ത അച്ചായൻ വേഷമാണ് ടർബോയിലെ ജോസ് എന്ന് കരുതാം. മമ്മൂട്ടി അച്ചായൻ വേഷങ്ങളിൽ എത്തിയപ്പോഴെല്ലാം പ്രേക്ഷകർ അത് സ്വീകരിച്ചിരുന്നു. ടർബോ ജോസിനെയും സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടാണ് രണ്ടാമത്. ഇരുവരും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത് 2 കളർഫുൾ ആക്ഷൻ എന്റർടൈൻമെന്റ് തന്നെയാണ്. ഇതിനോടകം ഇറങ്ങിയ പോസ്റ്ററുകളും ട്രെയിലറുകളും സൂചിപ്പിക്കുന്നത് ആ പഴയ പാറ്റേൺ തന്നെയാണ് ടർബോയിലും ഉള്ളത് എന്നാണ്. പോക്കിരി രാജയും മധുര രാജയുമാണ് വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന മമ്മൂട്ടി ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളുടെ വിജയം തന്നെയാണ് ടർബോയ്ക്കായി കാത്തിരിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം. മമ്മൂട്ടി എന്ന നടനിലുള്ള വിശ്വാസം തന്നെയാണ് മൂന്നാമത്തെ കാരണം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരാശപ്പെടുത്താത്ത സിനിമകൾ സമ്മാനിക്കുന്ന നടനാണ് മമ്മൂട്ടി. ഭീഷ്മപർവം മുതലുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ മമ്മൂട്ടി എന്ന നടന്റെ ഗ്രാഫ് താഴുന്ന ഒരു സാഹചര്യം കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മമ്മൂട്ടി എന്ന നടന്റെ കഴിവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മമ്മൂട്ടി എന്ന നടൻ തന്റെ ഓരോ സിനിമ കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ടർബോയിലും ഇത്രയേറെ പ്രതീക്ഷ തരുന്നത്. മലയാള സിനിമയിൽ ഇന്ന് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സംവിധായകനും എഴുത്തുകാരനുമാണ് മിഥുൻ മാനുവൽ തോമസ്. അദ്ദേഹത്തിന്റെ കോമഡിയും ത്രില്ലറും കണ്ടു കഴിഞ്ഞു. ഇനി നല്ല മാസ് ആക്ഷൻ സിനിമയുടെ ഊഴം. നാലാമത്തെ കാരണം മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിലുള്ള വിശ്വാസം തന്നെയാണ്. നിരാശപ്പെടുത്താത്ത ഒരു എഴുത്തുകാരൻ തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ്. ഏതൊരു ജോണറും അനായാസം വഴങ്ങുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് മിഥുൻ. ഒടുവിലായി രചന നിർവഹിച്ച് ഗരുഡനും ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. ആ ഒരു ലിസ്റ്റിലേക്കുള്ള അടുത്ത എൻട്രി ആവട്ടെ ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ മിനിമം ഗ്യാരണ്ടി ഉറപ്പായി. ഇതുവരെയുള്ള മമ്മൂട്ടി കമ്പനി ചിത്രം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. റൊഷാക്ക്, നൻപകൽ നേരത്തു മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ദി കോർ തുടങ്ങി മമ്മൂട്ടി കമ്പനി വഴി വന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. ടർബോയും മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് എന്നത് ചിത്രം കാണാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. വൈശാഖിന്റെ പതിവ് ശൈലിയിലുള്ള മേക്കിങ്ങും മിഥുൻ മാനുവൽ തോമസിന്റെ രചനയും കൂടെ മമ്മൂട്ടിയും ചേരുമ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ചിത്രം തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോരം ഉയരുന്നതിൽ അതിശയിക്കാനില്ല. മമ്മൂട്ടി ആരാധകർക്കും ആഘോഷിക്കാനുള്ള ചേരുവകൾ എല്ലാം തന്നെ ചിത്രത്തിലുണ്ട് എന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. മെയ് 23-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്.